നിങ്ങൾ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ OLX-ൽ അന്വേഷിച്ചു നടന്നു. ഇപ്പോൾ അത് പറഞ്ഞ നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ തന്നെ OLX-ൽ അന്വേഷിച്ചു നടക്കേണ്ടി വന്ന സാഹചര്യം കേരളം കാണുകയാണ്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നിങ്ങൾ തള്ളി പറയേണ്ട നിങ്ങൾക്ക് നമ്മൾ കാണുകയാണ്. തിയോളജിക്കൽ തന്തയാണോ പൊളിറ്റിക്കൽ തന്തയാണോ എന്ന് ചോദിച്ച് കോൺഗ്രസിനെ കേരളത്തിൽ ഉണ്ടാക്കി വളർത്തിയ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ മകളുടെ പിതൃത്വം ചോദിച്ചതൊക്കെ ഞങ്ങളല്ല, ഇതേ യൂത്ത് കോൺഗ്രസ് നേതാവാണ്. അതുകൊണ്ട് കോഴിയെ പോലെ കൂവുമെന്ന് പറഞ്ഞതൊന്നും ഞങ്ങളല്ല. ഞങ്ങൾ ഒരു വാക്കുപോലും ഞങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പിന്നെ പോലീസ് മർദ്ദനം വരട്ടെ, അടിയന്തര പ്രമേയം വരട്ടെ, ചർച്ച വരട്ടെ, കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാനുള്ള സംവിധാനം ഈ ഗവൺമെന്റിനുണ്ട്. താങ്കൾക്കറിയോ 2.5 കൊല്ലം മുമ്പ് വന്ന വിഷയം, ഈ വിഷയത്തെ ഒന്നും ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. കൃത്യമായി നടപടി സ്വീകരിച്ച് പോലീസ് മുന്നോട്ട് പോകും. 9 വർഷത്തിനിടയിൽ 114 പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കി ഗവൺമെന്റ്. ആരോപണം വന്നപ്പോൾ 739 പോലീസുകാർക്ക് കേസ് രജിസ്റ്റർ ചെയ്ത ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. 350ഓളം പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഇത്തരത്തിൽ പോലീസ് നയത്തിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും കൃത്യമായിട്ടുള്ള നടപടിയെടുക്കും. ഇപ്പോൾ സസ്പെൻഷൻ, അണ്ടർ എൻക്വയറി റിപ്പോർട്ട് വന്നാൽ ഡിസ്മിസൽ, ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല. പക്ഷെ ഒരു കാര്യം താങ്കൾ ഓർക്കണം, തന്റെ മകന്റെ, പ്രിയപ്പെട്ട മകന്റെ ഒരസ്ഥി കഷ്ണമെങ്കിലും ബാഹ്യക്രിയ ചെയ്യാൻ, അവസാന പ്രക്രിയ ചെയ്യാൻ വേണ്ടി എനിക്ക് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നീതിന്യായ പീഠങ്ങൾ മുഴുവൻ കയറിയിറങ്ങിയ ഒരു അച്ഛനുണ്ട്. ആ അച്ഛന്റെ പേരറിയോ? ഈശ്വരവാര്യർ എന്ന് പറയുന്ന പ്രൊഫസറാണ് അച്ഛൻ. അവസാനം ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ കരുണാകരന്റെ പോലീസ് ഉണ്ട്. ഈ രാജ്യത്ത് ആദ്യമായി ഹേബിയസ് കോർപ്പസ് പെറ്റീഷന്റെ ഭാഗമായി ഒരു ഗവൺമെന്റിന് രാജിവെച്ച് പോകേണ്ടി വന്നത് ഈ കേരളത്തിലാണ്. കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ്. ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? നമുക്കറിയാം, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? ഈ ചരിത്രമൊന്നും ആരും മറന്നുപോയിട്ടില്ല. നമുക്ക് പരിശോധിക്കാം. നിയമസഭയിൽ വരട്ടെ, എണ്ണം വച്ച് കൃത്യമായി മറുപടി പറയാൻ ശേഷിയുള്ള പ്രസ്ഥാനവും ഗവൺമെന്റുമാണ്.